ഇന്ന് എവിടെ നോക്കിയാലും മോട്ടിവേഷനാണ്. ശരിക്കും ഒരാൾ മോട്ടിവേഷൻ കേട്ടതുകൊണ്ട് രക്ഷപ്പെടുമോ? ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ ഞാനതിന് മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ തുറന്നു പറയാണ്, മോട്ടിവേഷൻ കൊണ്ട് രക്ഷപ്പെടാൻ പാടാണ്. കാരണം മോട്ടിവേഷൻ മാത്രം പോരാ. ഇപ്പോൾ പല മോട്ടിവേഷൻ സ്പീക്കർമാരും പറയുന്നത് എന്താണെന്നറിയോ, ബിൽഗേറ്റ്സ് കോളേജിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, എലോൺ മസ്ക് കോളേജ് ഉപേക്ഷിച്ച ആളാണ്. അങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് മുന്നിൽ ഇവർ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, ഈ ലോകത്തിൽ എത്ര ബിൽഗേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എലോൺ മസ്ക് ഉണ്ട്, ഈ ടോക്സിക് പോസിറ്റിവിറ്റി എന്നുള്ളൊരു സാധനമുണ്ട്. മോട്ടിവേഷൻ സ്പീക്കർമാരെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മെസ്സേജ് റോങ് ആയി കൺവേ ചെയ്യരുത്. പലപ്പോഴും സ്കൂളുകളിൽ പോയി കുഞ്ഞു കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിൽ പോയില്ലെങ്കിലും കോളേജിൽ പോയില്ലെങ്കിലും രക്ഷപ്രഭുക്കളാവാം എന്നുള്ളതാണ്. അങ്ങനെ ആയവരുണ്ട്. അത് അവരുടെ ഒരു ജീവിത സാഹചര്യവും കുറേയൊക്കെ ഭാഗ്യവും ആ സമയത്തെ കോമ്പറ്റീഷൻ്റെ ഒരു അളവൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ രക്ഷപ്പെടുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര, പ്രിയപ്പെട്ട അദ്ദേഹം ഒരു വീഡിയോയിൽ ഈ അടുത്തിടെ പറയുന്നുണ്ടായി, ലോട്ടറി അടിച്ചിട്ട് ആരെങ്കിലും MA യൂസഫലി ആയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്രയോ പേർക്ക് നാട്ടിൽ ലോട്ടറി അടിക്കുന്നു, ഓണം നമ്പർ അടിക്കുന്നു, അവരെല്ലാവരും പക്ഷേ MA യൂസഫലി ആവുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിവുകളാണ് ആളുകൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ പോയി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതങ്ങ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നാവുള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, 10-15 വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഒരാളെ മുന്നോട്ട് നടത്തുള്ളൂ. ബാക്കി നമ്മൾ ഡിസിപ്ലിൻഡ് ആയി ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മോട്ടിവേഷൻ ഫെയ്ഡ്സ് ആൻഡ് വാട്ട് സ്റ്റേസ് ഇസ് ഡിസിപ്ലിൻ എന്നുള്ളത്. മോട്ടിവേഷൻ തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫെയ്ഡ് ആവും. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ഹാർഡ് വർക്കിൻ്റെ, ഡിസിപ്ലിൻ്റെ പാഠങ്ങളാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക. അപ്പോൾ ടോക്സിക് പോസിറ്റിവിറ്റി ഒരിക്കലും ഇൻജക്റ്റ് ചെയ്യാതെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ്.